മാന്യ പ്രേക്ഷകർക്ക് ദൈവവിളി പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റവറൻഡ് ഡോക്ടർ കുര്യൻ മറ്റത്തിലച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പാലാ രൂപതയുടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടറും പാലായുടെ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമിൻ്റെ മുൻ സാരഥിയും പാല സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ വഴിത്താരകളെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അച്ഛൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലാ രൂപതയിൽ കൊഴുവനാൽ ഇടവകയിൽ മറ്റത്തിൽ കുടുംബത്തിൽ ജോൺ അന്നക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ മൂത്ത പുത്രനായി ജനനം. സമർപ്പിത ദൈവവിളിയോട് അഗാധമായ ആഭിമുഖ്യം വളർത്തിയ കുടുംബാന്തരീക്ഷം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ള ഇടവകയെന്ന് പേരുകേട്ട കൊഴുവനാൽ ഇടവകയിലെ അനുകൂല സാഹചര്യങ്ങളും വൈദിക ജീവിതം തിരഞ്ഞെടുക്കുവാൻ കാരണമായി. പഠന കാലയളവിൽ അധ്യാപകരിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിന് സഹായകമായിരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പാലാ ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ മേജർ സെമിനാരിയിലെ പഠനശേഷം 1972 ഡിസംബർ 18 മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MA പഠനം പൂർത്തിയാക്കി. തുടർന്ന് 1979 പാലാ സെയിൻറ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ചുമതലയേറ്റു. ഇക്കാലത്തു തന്നെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുകയും നവീകരണ മേഖലയോട് വലിയ ആഭിമുഖ്യം രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് ഫിലിപ്പൈൻസിൽ പോയി PhD പഠനം പൂർത്തിയാക്കി. 1991 മുതൽ 95 വരെ പാലാ സെയിൻറ് തോമസ് കോളേജിൽ അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായി ചുമതലയേറ്റു. കോളേജ് ഹോസ്റ്റലിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കാനായത് ഇക്കാലത്താണ്. 1995 മുതൽ 2001 വരെ കോളേജ് പ്രിൻസിപ്പലായി സേവനം ചെയ്തു. പാലാ സെയിൻറ് തോമസ് കോളേജിൽ കൂടുതൽ ശാന്തമായ പഠനാന്തരീക്ഷം ഒരുക്കാൻ ഇക്കാലത്ത് മറ്റത്തിലച്ചന് സാധിച്ചു. നവീകരണ ധ്യാനങ്ങൾക്ക് ഏറെ പ്രചാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കോളേജ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുവാൻ കുര്യൻ മറ്റത്തിലച്ചൻ മുൻകൈയെടുത്തു. അച്ഛൻ ഇവാഞ്ചലൈസേഷൻ്റെയും കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെയും ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ധാരാളം ധ്യാനങ്ങളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അതേക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ മൂഴൂർ ഇടവകയിൽ നിന്ന് വന്ന് എവാഞ്ചലൈസേഷൻ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ നേതൃത്വ സ്ഥാനമാണ് ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട തെക്കേമല്ലച്ചന് ശേഷമാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. നവീകരണം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം എന്നുള്ളൊരു ദൗത്യമാണ് എനിക്ക് നൽകിയിരുന്നത്. ഞാൻ 3 വേദികളിലാണ് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരുന്നത്. ഒന്ന് കരിസ്മാറ്റിക് നവീകരണം, ധ്യാനങ്ങൾ, അതുപോലെ തന്നെ ബൈബിൾ കൺവെൻഷൻ, കുടുംബ കൂട്ടായ്മ, ഇങ്ങനെ 3 വേദികളിലാണ് പ്രവർത്തിച്ചിരുന്നത്. കരിസ്മാറ്റിക് നവീകരണം കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് എത്താൻ വേണ്ട കുറേ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു. അതിലൊന്നാണ് വചനദീപ്തി ധ്യാനം. ഒരിടവകയിൽ നേരത്തെ തന്നെ പോയി ഇടവക്കാരെ, കുടുംബങ്ങളെ ഒരുക്കിയിട്ട് ധ്യാനം നടത്തുകയാണ്. നേരത്തെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആരാധന നടത്തുക. ഒരു 100 പേരടങ്ങുന്ന സംഘം വീടുകൾ കയറി കുടുംബാംഗങ്ങളെ ഒരുക്കി പ്രാർത്ഥിച്ച് ഇതിന് ശേഷമാണ് ധ്യാനത്തിലേക്ക് വരുന്നത്. ധ്യാനം നടക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാൻ സാധിക്കാത്ത ആളുകളെ, രോഗികളെയൊക്കെ സന്ദർശിക്കുക, എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരുടെ വീടുകളിൽ പോകുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 4 ദിവസം ഇടവകയിൽ താമസിച്ചുള്ള ഒരു സമഗ്ര നവീകരണം ഇടവകയിൽ വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വചനദീപ്തി ധ്യാനത്തിലൂടെ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് വരാൻ കാരണമായി. നേതൃസ്ഥാനത്തേക്ക് ഒത്തിരി അൽമായരെ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. ഒത്തിരി പുതിയ അൽമായ നേതാക്കന്മാരെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. ഉദാഹരണത്തിന് സുനിൽ ജോൺ, രവി തോമസ്,
അതുപോലെ തന്നെ പാലായിൽ ഞാൻ ധാരാളം അൽമായരായ ആളുകളെ കൺവെൻഷനിൽ പ്രസംഗിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള പ്രചോദനം ഈ അൽമായരെ വചനപ്രഘോഷകരാക്കാനായിട്ട് അതിനെങ്ങനെ വളർത്തിയെടുക്കാൻ അച്ഛന് എങ്ങനെയാണ് ഒരു പ്രചോദനം ഉണ്ടായത്? അതിൻ്റെ പ്രധാന കാരണം എൻ്റെ പ്രധാന ബോധ്യം അൽമായര് കൂടുതൽ ശുശ്രൂഷാ രംഗത്തേക്ക്, വചനപ്രഘോഷ രംഗത്തേക്ക്, അതുപോലെ തന്നെ സാക്ഷ്യം കൊടുക്കുന്ന ആ രംഗത്തേക്ക് സജീവമായിട്ട് വന്നെങ്കിലേ സഭ വളരുകയുള്ളൂ. ആ ഒരു ബോധ്യം കൊണ്ടാണ് ഞാൻ അൽമായർക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. വൈദികര് സന്യസ്തരെക്കാളും ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വൈദികർക്കും സന്യസ്തർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വേദികളിൽ, പ്രത്യേകിച്ച് കുടുംബ മേഖലകളിൽ അൽമായർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അവർക്ക് ഞാൻ കൂടുതൽ പ്രോത്സാഹനം കൊടുത്തത്. അതുപോലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മംഗളവാർത്ത ധ്യാനം, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഇതേ തുടർന്ന് 2010 മുതലാണ് ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. ജീസസ് യൂത്തിൻ്റെ രൂപതാ ഡയറക്ടറായിട്ട് എന്നെ നിയോഗിക്കുന്നത്. ജീസസ് യൂത്തിൻ്റെ ഒരു മിനിസ്ട്രിയാണ് ഏഞ്ചൽസ് ആർമി എന്ന് പറയുന്നത്. ഏഞ്ചൽസ് ആർമിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ മംഗളവാർത്ത ധ്യാനം നടത്തുന്നത്. അത് ഗർഭിണികളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഗർഭിണികളും അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ദമ്പതികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രധാന പ്രചോദനം ഇപ്പോൾ മുത്തോലപുരം പള്ളിയിൽ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മുളങ്ങാട്ടിലച്ഛനാണ്. അച്ഛൻ ഇരുന്ന ഇടവകളിൽ അച്ഛന് ഈ ശുശ്രൂഷ നന്നായിട്ട് നടത്തിയിരുന്നു. അച്ഛന് ഒരു പെൺകുട്ടി ഇടവകയിൽ ഗർഭം ധരിച്ചു എന്നറിയുകയാണെങ്കിൽ അച്ഛന് ആ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനോടും മാതാപിതാക്കളോടും ചേർന്ന് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അഭിഷേകത്തിലെ കുഞ്ഞുങ്ങൾ ജനിക്കാനായിട്ട് അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ നടത്തിയത്. ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനഃശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ, ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ട് കുഞ്ഞ് ജനിക്കുന്ന നിമിഷവും അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന 9 മാസ കാലഘട്ടവുമാണ്. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കേണ്ടത് തീർച്ചയായിട്ടും വിശുദ്ധിയിലും കൃപയിലുമാണ്. അങ്ങനെയാണെങ്കിലേ നല്ല കുഞ്ഞുങ്ങളുണ്ടാകുകയുള്ളൂ. ഇന്ന് നിർഭാഗ്യവശാൽ അനേകം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആസക്തികളുടെ പശ്ചാത്തലത്തിൽ, അല്ലെ മദ്യത്തിൻ്റെ ലഹരിയിൽ, അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ ആ പിണക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇതിൻ്റെ എല്ലാം നിഷേധാത്മകമായ സ്വാധീനം ഈ കുഞ്ഞുങ്ങളിലുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോഴാണ് അയ്യോ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കണ്ണു തുറക്കുന്നത്. അപ്പോൾ വളരെ വൈകിപ്പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ നല്ല കുഞ്ഞുങ്ങളുണ്ടാകാനും നല്ല തലമുറ ഉണ്ടാകാനും ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആശയത്തിനാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയുടെ വിചാരവികാരങ്ങളും അതുപോലെ തന്നെ ആഭിമുഖ്യങ്ങളും എല്ലാം കുട്ടി അതേപടി ഒപ്പിയെടുക്കും. അപ്പം നല്ല കുഞ്ഞുണ്ടാകണമെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ലൊരു ആത്മീയ പരിചരണം അമ്മയ്ക്ക് ലഭിക്കണം, മാതാപിതാക്കളിൽ ലഭിക്കണം. ഈ വക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മിക്കവാറും പാലായിലുള്ള താബോർ ധ്യാന മന്ദിരത്തിൽ വെച്ച് 3 മാസം കൂടുമ്പോൾ ഗർഭിണികൾക്ക് വേണ്ടി ഈ മംഗളവാർത്ത ധ്യാനം എന്ന പേരിൽ ധ്യാനം നടത്താറുള്ളത്. തീർച്ചയായും അത് വലിയൊരു മഹത്തായ കാര്യമായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു കുട്ടി വഷളായി കഴിഞ്ഞ് അവനെ നേടാൻ ശ്രമിക്കുന്നതിന് പകരം ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ജനിക്കുവാൻ അവൻ അവസരം കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു വിശുദ്ധിയുള്ളൊരു കർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നു. വെച്ചാൽ അത് ആ സന്ദേശം മംഗളവാർത്ത ധ്യാനം പ്രചരിപ്പിക്കുന്നതിലും ഒത്തിരി അഭിമാനം കൊള്ളുന്നു. ഈ രൂപതയുടെ അഭിമാനമാണത്. അതുപോലെ അച്ഛൻ യുവജനങ്ങളുടെ ഇടയിലാണല്ലോ ഏറിയ പങ്കും ജീവിതത്തിൽ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നതും. യൂത്തിൻ്റെ ആനിമേറ്ററായിട്ടും ഇപ്പോൾ ജീസസ് യൂത്തിൻ്റെ ഡയറക്ടറായിട്ടും അച്ഛൻ പ്രവർത്തിച്ചു വരികയാണല്ലോ. യുവജനങ്ങൾ സഭയിൽ നിന്നും അകന്നു പോകുന്നു, ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം കുറവാണ് എന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. എന്നാൽ അച്ഛൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യുവജനങ്ങളെ എങ്ങനെ സഭയോട് ചേർത്ത് നിർത്താം? അച്ഛൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. ഞാൻ 2010 മുതൽ യുവജനങ്ങളുടെ ചുമതല വഹിക്കുന്ന ജീസസ് യൂത്തിൻ്റെ രൂപതാ ഡയറക്ടറാണ്. അതുപോലെ തന്നെ 2 വർഷക്കാലം ഞാൻ സ്റ്റേറ്റ് ലെവലിൽ ആനിമേറ്ററായിരുന്നു ജീസസ് യൂത്തിൻ്റെ. ഇത്രയും കാലഘട്ടത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ കഴിയും, യൂത്തിന് പലപ്പോഴും അജ്ഞത കൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്. നമ്മൾ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 4:6 പറയുന്നത് പോലെ അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. യുവജനങ്ങൾ ഇന്ന് നശിക്കുന്നതിൻ്റെ പ്രധാന കാരണം അജ്ഞതയാണ്. ഇന്ന് 10 അല്ലെ 12 ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് കുട്ടികൾ
ബാംഗ്ലൂരോ ഡൽഹിയിലോ വിദേശത്തോ കടന്നു ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ സ്വാധീനത്തിൽപ്പെട്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കൊക്കെ അടിമയാകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്, അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതാണ് അതിന് പ്രധാന കാരണം. GCUത്തിന് ഊന്നൽ കൊടുക്കുന്നത് പ്രധാനമായിട്ട് അനുഭവപരമായിട്ടൊരു വിശ്വാസമാണ്. ആ അനുഭവം ഒരു ദൈവാനുഭവത്തിലാണ് GCU തുടങ്ങുന്നത്. ഒരു ധ്യാനത്തിലൂടെയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാമിലൂടെയാകാം. ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വിശ്വാസത്തിൽ വിട്ടുപോകുക അത്ര എളുപ്പമല്ല. പിന്നെ അവർ ആ വിശ്വാസം വളർത്താനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് GCUത്തിൽപ്പെട്ട യുവതിയുവാക്കൾ വിദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ എന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അന്വേഷിക്കും. അവർ പള്ളിയിൽ പോകാൻ, എന്നും പള്ളിയിൽ പോകാൻ സാധിക്കുന്ന സാഹചര്യം അന്വേഷിക്കും. പള്ളിയുണ്ടോ എന്ന് അന്വേഷിക്കും. അവർ റെഗുലറായിട്ട് കുമ്പസാരിക്കും, 2 ആഴ്ച കൂടും കുമ്പസാരിക്കും. അതുപോലെ തന്നെ ആ കൂട്ടായ്മയിൽ പോകും. അങ്ങനെ വളരാനുള്ള ഒരു വലിയ ഉണർവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഒരിക്കലും അറിവിൻ്റെ വിഷയമല്ല, അനുഭവത്തിൻ്റെ വിഷയമാണ്. ഗോഡ് ഈസ് നെവർ ആൻ ഓബ്ജക്റ്റ് ഓഫ് നോളജ് ബട്ട് എ സബ്ജക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ തലത്തിലുള്ള വിശ്വാസ പരിശീലനമാണ് ഇന്ന് കൊടുക്കേണ്ടത്. അതിൻ്റെ കുറവ് നമ്മുടെ കുട്ടികളിൽ ഇന്നുണ്ട്. GCUത്താണ് ഇന്ന് അടിസ്ഥാനപരമായിട്ടൊരു ആത്മീയത, ഒരു ഫോർമേഷൻ കൊടുക്കുന്ന എൻ്റെ അറിവിൽ ഉള്ള ഏക കത്തോലിക്ക യുവജന പ്രസ്ഥാനം. അച്ഛൻ വിശ്വസിക്കുന്നത് അടിസ്ഥാനപരമായി യുവജനങ്ങൾ നല്ലവരാണെന്നും അവർക്ക് ആത്മീയ അനുഭവങ്ങളുടെ അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അവർ സഭയോടും രാഷ്ട്രത്തോടും ഒക്കെ വളരെ ചേർന്ന് നിൽക്കുമെന്നും അച്ഛൻ വിശ്വസിക്കുന്നല്ലേ? അച്ഛനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ അച്ഛൻ്റെ യുവജനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ട്. പ്രത്യേകിച്ച് പാലാ രൂപതയിലെ GCUത്തുകാർ ദിനം പ്രതി അനുഭവിച്ചു വരുന്ന ഒരു വലിയൊരു സ്നേഹം. അച്ഛൻ യുവജനങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുത്തിടപഴകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ ചിന്തകളും ഞങ്ങളുടെ യുവജനങ്ങളുടെ ഒരു ചിന്തകളോട് ചേർത്ത് വെച്ചിട്ടാണ് സാധാരണ ഞങ്ങളെല്ലാവരും വായിക്കാറ്. കാരണം ഈ ഒരു യുവജനങ്ങളുടെ ചിന്തകൾ മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛൻ്റെ ചിന്തകളും മാറുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായ, യുവജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ ഇന്നത്തെ പ്രത്യേകിച്ച് പാലാ ജീസസ് യൂത്തിൻ്റെ ഒരു വലിയൊരു ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് അച്ഛൻ്റെ ഒരു സ്നേഹവും അച്ഛൻ്റെ കരുതലും അച്ഛൻ്റെ തിരുത്തലുകളൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി വിലപ്പെട്ടതാണ്. കൂടുതലായിട്ടും അച്ഛൻ എവിടെയായിരിക്കുന്നോ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ മാക്സിമം യുവജനങ്ങളെ കൂടുതൽ അടുത്തറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരിലോട്ട് ജീസസ് യൂത്തിൻ്റെ ഇന്ന പ്രോഗ്രാമുണ്ട്, ഈ ഒരു പ്രോഗ്രാമിന് വരണം എന്ന് അച്ഛൻ വ്യക്തിപരമായിട്ട് അച്ഛൻ്റെ ഇനിഷ്യേറ്റീവിൽ പറയാറുണ്ട്. അതിൽ കൂടുതൽ അച്ഛന് യുവജനങ്ങളെ പ്രത്യേകിച്ച് ധ്യാനത്തിനൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു അച്ഛൻ്റെ യുവാക്കളോടുള്ള സ്നേഹവും യുവജനങ്ങളെ കൂടുതലായിട്ട് തിരിച്ചറിയാനുള്ള അച്ഛൻ്റെ ആ ഒരു മനസ്സിൻ്റെ ശക്തിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ കുടുംബ നവീകരണത്തിന് വേണ്ടിയും സ്വന്തം കുടുംബാംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ധ്യാനം സംഘടിപ്പിക്കാനായിട്ട് അച്ഛന് പ്രചോദനമായത് എന്താണ്? ഞാൻ നാട് നന്നാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കി നടക്കുന്ന ഒരാളായാൽ മാത്രം പോരാ. എൻ്റെ കുടുംബവും എൻ്റെ കുടുംബാംഗങ്ങളും എന്നോട് ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം, നവീകരിക്കപ്പെടണം, അവരെല്ലാവരും സ്വർഗത്തിൽ പോകണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അച്ഛൻ ആരെ കണ്ടാലും ധ്യാനത്തിന് പോകണമെന്ന് പറയുമെന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരും ദൈവത്തെ അറിയണം എന്നുള്ളൊരു ചിന്ത, ഒരു നിർബന്ധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ അപ്പനെയും അമ്മയും തന്നെ ഞാൻ മുരിങ്ങൂർ കൊണ്ടുപോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ മേലായിരുന്ന ഒരവസരത്തിൽ വേറൊരു സ്ത്രീയെ കൂട്ടി ഞാനവിടെ ധ്യാനത്തിന് വിട്ടിരുന്നു. പിന്നെ എൻ്റെ ഇച്ചാച്ചൻ തന്നെ രണ്ടാമതും അവിടെ ധ്യാനത്തിന് പോവുകയും ചെയ്തു. പിന്നീട് ഒരു 15 വർഷമായിട്ട് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട ആൻസിയുടെ കുടുംബം പോലുള്ള അനേകം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം നടത്താറുണ്ട്, റെഗുലറായിട്ട് നടത്താറുണ്ട്. നമ്മുടെ വാളമ്മനാലച്ഛന്, അതുപോലെ തന്നെ കരിന്തോളിലച്ഛൻ, ഇവരൊക്കെയാണ് ആദ്യകാലത്ത് ഞങ്ങളുടെ ധ്യാനം നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് പാലായിലുള്ള ക്രിസ്ത്യോതി ധ്യാനമന്ദിരത്തിലാണ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ധ്യാനമന്ദിരങ്ങളിൽ പോയി താമസിച്ച് ധ്യാനം കൂടാൻ പറ്റാത്തവർക്ക് കൂടി പോയി വന്ന് ധ്യാനിക്കാനുള്ളൊരു സംവിധാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടുതൽ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. ഇന്ന് യുവജനങ്ങളെ പലപ്പോഴും നമ്മൾ നിർബന്ധിച്ചെങ്കിലേ ധ്യാനത്തിന് പോവുകയുള്ളൂ.
കാരണം അവർക്ക് അങ്ങനെ ഒരു പരിശീലനമില്ല, ആഭിമുഖ്യമില്ല. നേരെ മറിച്ച് ഞാൻ ഈ പരിശീലനം കൊടുത്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട യുവജനങ്ങൾ തന്നെ അവധിക്ക് വരുമ്പോൾ അവരിങ്ങോട്ട് ധ്യാനം ഉണ്ടോ എന്ന് ചോദിച്ച് കൂടുന്ന ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഒരു അനുജൻ്റെ മകന് ആൽബർട്ട്, അവന് തിരുവനന്തപുരം CET പഠിക്കുകയാണ്. അവന് അവധിക്ക് വന്നപ്പോൾ എന്നോട് അടുത്ത നാളിൽ ചോദിക്കുകയാണ്, എവിടെയാണ് ഇനി ധ്യാനമുള്ളത്, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സാധാരണ 10-24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഇനി എന്നാണ് ധ്യാനം, എവിടെയാണ് ധ്യാനം എന്ന് ചോദിക്കാറില്ല. പക്ഷേ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ആഭിമുഖ്യം ധ്യാനത്തോടെ ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ കൊടുത്ത ഈ പരിശീലനമാണ്. അത് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, എന്നോട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു 100 പേരോളം ആണ്ടുതോറും ഈ കുടുംബധ്യാനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം എടുക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാനത് എൻ്റെ കുടുംബവും. അതുപോലെ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏകദേശം 3 ദശാബ്ദങ്ങളോളം അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപകർക്ക് അച്ഛൻ നൽകുന്ന സന്ദേശം എന്താണ്? അധ്യാപകൻ, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക അധ്യാപകൻ, ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൻ്റെ അധ്യാപനത്തോടൊപ്പം ദൈവത്തെ കൊടുക്കുന്ന, മൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇന്ന് വിഷയം പഠിച്ചു കൊടുക്കുന്ന, ഗൂഗിൾ പോലെ വർത്തിക്കുന്ന, ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ആളായിട്ട് മാത്രം തീർന്നിരിക്കുകയാണ്. നമ്മൾ സഭയുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ അധ്യാപകരെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ അധ്യാപകരിലൂടെ നമ്മുടെ കുട്ടികൾക്ക് മൂല്യബോധവും ഈശ്വരാഭിമുഖ്യവും ലഭിക്കണമെന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അധ്യാപകർ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം ദൈവത്തെ കൊടുക്കുക, മൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ധ്യാനങ്ങൾ നടത്തുമ്പോൾ, കോളേജുകളിലൊക്കെ നടത്തുമ്പോൾ സമാന്തരമായിട്ട് കത്തോലിക്കർക്ക് ധ്യാനം കൊടുക്കുന്നതോടൊപ്പം മൂല്യാടിസ്ഥാനമായ ക്ലാസ്സുകൾ അക്രൈസ്തവരായ കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ഛനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛന് യുവവൈദികർക്കും വൈദികാർത്ഥികൾക്കും നൽകുവാനുള്ള സന്ദേശം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് കൊടുക്കാനുള്ളത്? എനിക്ക് വൈദികരോടും യുവ വൈദികരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം, വൈദിക ജീവിതം എല്ലാ കാലഘട്ടത്തെക്കാളും ഇന്നേറെ പ്രസക്തമാണ്, അനിവാര്യമാണ് ഈ കാലഘട്ടത്തിന്. അതേസമയം നല്ല നിസ്വാർത്ഥരായ തീഷ്ണമതികളായ വൈദികരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. സ്വന്തം കാര്യം നോക്കി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മിനിമം ചെയ്തു പോകുന്ന വൈദികരെ അല്ല ഇന്ന് ജനം അന്വേഷിക്കുന്നത്. ആളുകളെ അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടുപിടിച്ച് ദൈവത്തിലേക്ക് നയിക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ദൈവത്തെ കൊടുക്കുന്ന തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന, ആത്മാവിൻ്റെ നിറവുള്ള, അഗ്നിയുള്ള വൈദികരെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അങ്ങനെയുള്ള വൈദികരെ ഇന്നും ജനങ്ങൾ ഹൃദയത്തിലേറ്റും, അവരെ ആദരിക്കും, അവരെ അങ്ങേയറ്റം പൂജിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അച്ഛാ, നല്ലൊരു വൈദികന് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കും, നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവസാനമായിട്ട് അച്ഛനോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കാത്തതും എന്നാൽ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യം എന്ത്, അതിൻ്റെ ഉത്തരം എന്ത്? ഏതൊരു ചോദ്യത്തിനാണ് അച്ഛന് ചോദിച്ചാൽ നല്ലൊരു ആൻസർ പറയാൻ? ഒരുപക്ഷെ പലരും ചോദിച്ചിരുന്നതും ചിലപ്പോൾ ചോദിക്കാൻ മടിക്കുന്നതായൊരു ചോദ്യം, അച്ഛൻ വൈദികനായതിൽ എന്തെങ്കിലും ദുഃഖം തോന്നിയിട്ടുണ്ടോ, ഇച്ഛാഭംഗം തോന്നിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചിലപ്പോഴൊക്കെ യുവാക്കളെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ ആത്മസംതൃപ്തിയോടെ പറയാൻ കഴിയും, ഇന്നുവരെ ഞാൻ വൈദികനായതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ദുഃഖവും തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏറെ ആത്മസംതൃപ്തിയും ആത്മാഭിമാനവുമാണ് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ ജീവിതം കൊണ്ട് കുറേയെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകാനിടയായി, കുറേയെങ്കിലും ആളുകൾക്ക് ദൈവത്തെ കൊടുക്കാൻ, ഈശോയെ കൊടുക്കാൻ, സാക്ഷി ജീവിതം നയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സംതൃപ്തി എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. ഇനിയുള്ള ജീവിതവും ഇതുപോലെ എൻ്റെ ആയുസ്സും ആരോഗ്യവും അനുവദിക്കുന്നിടത്തോളം കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് എളിയ ജീവിതം കഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. യേശുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ഭവനത്തെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ട് അച്ഛന് നഷ്ടം തോന്നിയിട്ടില്ല. ധാരാളം ആളുകളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതരെ അച്ഛന് ദൈവം തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ നാമത്തെ പ്രതി മാതാവിനെയോ പിതാവിനെയോ കുടുംബത്തെയോ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ ആ അർത്ഥം എനിക്ക് പൂർണ്ണമായി ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ചെങ്കിൽ അനേകം കുടുംബങ്ങൾ എനിക്ക് സ്വന്തമാണ്, അനേകം ആളുകൾ എൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ഒരു കുടുംബത്തിൻ്റെ അംഗമല്ലെങ്കിലും എല്ലാ കുടുംബത്തിൻ്റെ അംഗമാണെന്നുള്ള ഒരു സംതൃപ്തിയുടെ അവബോധം എനിക്ക് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്.
ഒരു കാര്യം വിട്ടുപോയി, അതുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ യുവജനങ്ങൾക്ക് അൽമായർക്ക് ഒക്കെ സേവനം ചെയ്തതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കൊച്ചുകുട്ടികളുടെ ഇടയിൽ അച്ഛൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം KCSLൻ്റെ രൂപതാ ഡയറക്ടറായിട്ട് ജോലി ചെയ്ത സമയത്തെ ആ സേവനങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. അത് അച്ഛൻ പ്രധാനപ്പെട്ടതായി കരുതുന്നില്ലേ? ഞാൻ പഠിച്ച് കോളേജ് പഠനം കഴിഞ്ഞ് MA പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, അതുപോലെ തന്നെ കോളേജിൽ കയറിയ ആരംഭ ഘട്ടത്തിൽ 3-4 വർഷം KCSLൻ്റെ രൂപതാ ഡയറക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ആൻസി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അന്നെനിക്ക് നല്ല ആരോഗ്യ ഊർജ്ജസ്വലതയുള്ള ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ഓടി നടന്ന് കുട്ടികളെ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആ പ്രായത്തിന് പറ്റിയ ശുശ്രൂഷകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത് ക്യാമ്പുകളായിട്ടും ധ്യാനങ്ങളായിട്ടും സ്റ്റഡി സർക്കിളുകളായിട്ടും കലാമത്സരങ്ങളായിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നുള്ള ആ സൗഹൃദ ബന്ധം ഇന്നും കുട്ടികൾ, ഇന്നൊരു പ്രായമായവരാണ്, ഞാനുമായിട്ട് നിലനിർത്താറുമുണ്ട്. KCSLനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ആത്മസംതൃപ്തി നൽകുന്ന ഒരു ശുശ്രൂഷ രംഗമാണത്. ഞാൻ വിദ്യാർത്ഥിനിയായിരുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ലേഖനം എഴുതിയത് അച്ഛൻ ആ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചത് ഞാൻ ഇന്നും നന്ദിയോടെ ഓർമ്മിക്കുന്നുണ്ട്. ഇന്ന് അതുപോലെ ഒരു ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ പരിശീലിപ്പിക്കുന്നതിലും അച്ഛൻ ആ KCSL സമയത്ത് നൽകിയ പരിശീലനവും പ്രചോദനവും നന്ദിയോടുകൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. 2006 മുതൽ 2010 വരെ ബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തലച്ചനിലൂടെ അദ്ദേഹം കരിസ്മ ഡയറക്ടറായിരുന്ന കാലഘട്ടം പാലാ രൂപതയ്ക്ക് നൽകിയ ഒരു വലിയ ആത്മീയ മുന്നേറ്റം അന്നും ഇന്നും എന്നും വളരെ നന്ദിയോടെ പാലാ രൂപത ഓർക്കുന്ന നിമിഷങ്ങൾ. അച്ഛനിലൂടെ നൽകിയ ആ വലിയ ആത്മീയ മുന്നേറ്റം ഇന്നും ഒരു ആത്മീയ വിളവെടുപ്പായിട്ട് പാലാ രൂപതയിൽ തുടർചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ രൂപയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനം വചന ദീപ്തി ധ്യാനമാണ്. പാലാ രൂപതയിലെ 170 ഇടവകകളുടെ കുടുംബ നവീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് പാരീഷ് മിനിസ്റ്റർ നേതൃത്വത്തിൽ 100ഓളം പ്രേക്ഷിതർ ശുശ്രൂഷകർ നടത്തിയ ഒരു വലിയ ആത്മീയ മുന്നേറ്റമാണ് വചന ദീപ്തി ധ്യാനം. 1 മാസം മുമ്പേ പ്രയർ കാർഡ് കൊടുത്ത് എത്ര ചെറുതും വലുതുമായ ഇടവകയിലും മുഴുവൻ കുടുംബങ്ങളും 100ഓളം വരുന്ന ടീം കയറി നോട്ടീസ് കൊടുത്ത് പ്രാർത്ഥിച്ച് ക്ഷണിച്ച് ഒരു വലിയ ആത്മീയ മുന്നേറ്റം വചന ദീപ്തി ധ്യാനത്തിലൂടെ അച്ഛൻ രൂപതയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇന്നും അത് പാലാ രൂപതയിൽ അതിൻ്റെ തുടർ കാറ്റായിട്ട് വീശുന്നുണ്ട്. ഒരപ്പൻ്റെ സ്നേഹവും കരുതലും ശ്രദ്ധയും പരിലാണിയും നൽകി പാലായിലെ ആ കാലഘട്ടം മുതൽ എല്ലാ മിനിസ്റ്ററുകളെയും വളർത്തിയ അച്ഛനെ ഇന്ന് പാലാ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു ശതമാനം ശുശ്രൂഷകരും അച്ഛൻ്റെ വലിയ ശ്രദ്ധയുടെയും പരിപാലനയുടെയും അടയാളങ്ങളാണ്. അച്ഛനിലൂടെ പാലാ രൂപതയ്ക്ക് നൽകിയ എല്ലാ ശുശ്രൂഷകളും ഇന്നും എല്ലാവരുടെ ഹൃദയത്തിൽ പച്ച പിടിച്ചു നിൽക്കുന്നുണ്ട്. അച്ഛനോട് കിട്ടിയ മറ്റൊരു വലിയ സമ്മാനം അമേരിക്ക മുതൽ പാലാ വരെ എന്നുള്ളൊരു കരിസ്മാറ്റിക്കിൻ്റെ ഒരു ചരിത്ര പുസ്തകമാണ്. എന്ന് പാലായിൽ കരിസ്മാറ്റിക്കിന് മുന്നേറ്റം ആരംഭിച്ചോ അന്നു മുതൽ ഇന്നു വരെയുള്ള എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകിയ വൈദികരും ഓരോ കാലഘട്ടത്തിലെ ഡയറക്ടർമാരെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ നിധി സീനിയറായിരുന്ന ഒരു മേരിക്കുട്ടി ടീച്ചറിന് വലിയ പ്രചോദനം നൽകി അച്ഛനിലൂടെ ആ പുസ്തകം പുറത്തെടുക്കുവാൻ മേരി ടീച്ചറിന് സാധിച്ചു. അത് പുതിയതായിട്ട് കടന്നു വരുന്ന കരിസ്മാറ്റിക് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. ഇത്രയും ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കഴിഞ്ഞ 29 വർഷമായിട്ട് പാലാ രൂപതയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അച്ഛൻ നേതൃത്വം നൽകുന്നുണ്ടല്ലോ, അത് അച്ഛൻ എങ്ങനെ സാധിക്കുന്നു? 1989 ബഹുമാനപ്പെട്ട ജോസഫ് വേലമ്പ്രമ്പിലച്ചനും മൈലാടിരച്ചനും കൂടി രൂപം കൊടുത്തതാണ് പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ നടക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ്. ബൈബിൾ പ്രീച്ചേഴ്സ് സൊസൈറ്റി എന്നുള്ള ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത്. 29 വർഷത്തിൽ ഞാൻ ഫിലിപ്പീൻസിന് പോയ 4 വർഷവും അതുപോലെ തന്നെ പഞ്ചാബിന് പോയ 4 വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ വർഷങ്ങളിൽ ഞാൻ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇത് പാലായിലും പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് നന്നായിട്ട് ഞായറാഴ്ച ആചരിക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. 12 മണിക്ക് ഏതാണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ തുടങ്ങും. ശരിക്കും ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ 3:30 വരെ വചന ശുശ്രൂഷ, പിന്നീട് 3:30 മുതൽ 4:30 വരെ ദിവ്യകാരുണ്യ ആരാധന,
പാലായിലും പരിസര പ്രദേശങ്ങളുള്ള ധാരാളം ആളുകൾ വർഷങ്ങളായിട്ട് അവിടെ വരികയും വചനം കേൾക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുവാനായിട്ട്, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്, വചനം പഠിക്കാനായിട്ട് ഇതൊരു നല്ല അവസരമാണ്. അവിടെ വന്നിട്ടുള്ള ആരും ഇതുവരെ വെറും കൈയോടെ പോയിട്ടില്ല. ഒത്തിരി ആളുകൾ ജീവിതത്തിൽ സമാശ്വാസം കണ്ടെത്തുന്നത്, പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലാണ് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തിരക്കിൻ്റെ മധ്യത്തിലും അവിടെ ഓടിയെത്തും. അതെനിക്ക് ഒത്തിരി സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും അത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ 29 വർഷമായിട്ട്. ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും സകല അവസരങ്ങളിലും അന്വേഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഫലം എല്ലാം ചേർത്ത് നൽകി ദൈവം അച്ഛനെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ദൈവവിളിയുടെ വഴിത്താരയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ആത്മീയ ഉണർവ് നൽകുന്ന അനുഭവങ്ങൾ അച്ഛൻ പറയുകയുണ്ടായി. അച്ഛൻ്റെ ശിഷ്ടജീവിതം ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകട്ടെ, 100% ഫലദായകമാകട്ടെ, അത് ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രീതികരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തിലച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. സമ്പന്നമായ അർത്ഥപൂർണമായ അടുത്ത സമർപ്പിത ജീവിതത്തെ പരിചയപ്പെടുവാൻ അടുത്ത എപ്പിസോഡിനായി നമുക്ക് സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.